വർഷം 2154. ഒരു മുൻ മറൈൻ ഉദ്യോഗസ്ഥനായിരുന്നു ജെയ്ക്ക് സള്ളി. ഒരു യുദ്ധത്തിൽ നട്ടെല്ലിന് വെടിയേറ്റ് അരയ്ക്ക് താഴെ തളർന്ന് വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുകയായിരുന്നു അയാൾ. തുച്ഛമായ വെറ്ററൻ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ജെയ്ക്കിന്റെ കാലുകൾ നേരെയാക്കാനുള്ള പണം അവന്റെ കയ്യിലില്ലായിരുന്നു. വീൽ ചെയറിലായിരുന്നെങ്കിലും ആരുടെയും സഹതാപത്തിനോ സഹായത്തിനോ കാത്തു നിൽക്കാതെ ഉള്ള സമയം മദ്യപിച്ചും കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നും ജീവിച്ചിരുന്ന ജെയ്ക്കിനെ തേടി ഒരു ദിവസം രണ്ടുപേർ വരുന്നു. ജെയ്ക്കിന്റെ ഇരട്ട സഹോദരനും ശാസ്ത്രജ്ഞനുമായിരുന്ന ടോമി ജോലി ചെയ്തിരുന്ന RDA എന്ന ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഒഫീഷ്യൽസ് ആയിരുന്നു അവർ. ഒരു മോഷണ ശ്രമത്തിനിടെ കുത്തേറ്റ് ടോമി മരിച്ചു എന്ന വിവരം അറിയിക്കാനായിരുന്നു അവർ വന്നത്. ആ വാർത്തയോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും അവർ ജെയ്ക്കിനോട് പറയുന്നു. കമ്പനി ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു ടോമി. അയാളുടെ മരണം കമ്പനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. എന്നാൽ ജെയ്ക്കും ടോമിയും ഇരട്ടകളായതുകൊണ്ട് അവരുടെ ജനിതക ഘടന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ടോമിക്ക് പകരം ആ സ്ഥാനത്തേക്ക് ജെയ്ക്ക് വരാൻ തയ്യാറാണെങ്കിൽ കമ്പനിക്ക് ഒരു വലിയ നഷ്ടം ഒഴിവാക്കാനാവും. ഇതിന് പകരമായി ജെയ്ക്കിന് ഒരു വലിയ തുക പ്രതിഫലമായി കിട്ടും. തന്റെ മുഷിഞ്ഞ ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്ന ജെയ്ക്ക് ആ ഓഫർ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു ഭീമാകാരനായ ബഹിരാകാശ പേടകത്തിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 4.5 പ്രകാശ വർഷം അകലെയുള്ള ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്ര സമൂഹത്തിലെ പാൻഡോറ എന്ന ഗ്രഹത്തിലേക്ക് ടോമിക്ക് പകരമായി ജെയ്ക്ക് പോകുന്നു. ഏകദേശം 6 വർഷത്തോളം പ്രകാശ വേഗത്തിൽ യാത്ര ചെയ്യണം പാൻഡോറയിലെത്താൻ. ക്രയോസ്ലീപ്പ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സാവധാനത്തിലാക്കി ഒരു നിശ്ചിത തണുപ്പിൽ ഉറങ്ങിക്കിടന്നുകൊണ്ടാണ് ഈ യാത്ര ചെയ്യേണ്ടത്. ഈ അവസ്ഥയിൽ അവരുടെ ശരീരത്തിന് പ്രായമാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ഇല്ലെന്ന് മാത്രമല്ല, പാൻഡോറയിൽ എത്തുമ്പോൾ ഒരു നീണ്ട ഉറക്കത്തിനു ശേഷം എഴുന്നേറ്റ പോലെയേ അവർക്ക് തോന്നുകയുള്ളൂ. പാൻഡോറയിൽ എത്തിയ ജെയ്ക്കിനും കൂട്ടർക്കും അവിടുത്തെ സാഹചര്യങ്ങൾ കേണൽ കോറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു. വളരെ കർക്കശക്കാരനും പരുക്കനുമായ കോറിച്ച് ആയിരുന്നു പാൻഡോറ മിഷന്റെ മിലിറ്ററി ഹെഡ്. ആ ക്യാമ്പിന് പുറത്തുള്ള വലിയ കാടുകളിൽ നീല നിറമുള്ള 9 അടി നീളവും ഉരുക്ക് ശരീരവുമുള്ള പാൻഡോറയിലെ ജനതയായ നാവികൾ താമസിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽപ്പെട്ടാൽ വിഷം പുരട്ടിയ അമ്പെയ്ത് കൊല്ലുമെന്നും കൂടാതെ പാൻഡോറയിലെ കാടുകളിൽ അപകടകാരികളായ ഒരുപാട് വന്യജീവികളുണ്ടെന്നും കോറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുശേഷം ബയോലാബിൽ വെച്ച് ടോമിയുടെ സുഹൃത്തുക്കളായിരുന്ന മറ്റു ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുന്ന ജെയ്ക്ക് അവരിൽ നിന്നും അവതാർ പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നു. പാൻഡോറയിലെ ദൗത്യം പൂർത്തിയാക്കാൻ അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുകയും നാവികളുമായി ആശയവിനിമയം നടത്തുകയും വേണം. എന്നാൽ അമോണിയ പോലുള്ള വിഷവാതകങ്ങൾ നിറഞ്ഞ അവിടുത്തെ അന്തരീക്ഷത്തിൽ മനുഷ്യന് നേരിട്ട് ശ്വാസമെടുക്കാൻ പറ്റില്ല. ഇതിന് പരിഹാരമായി RDA ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നു. മനുഷ്യന്റെയും നാവികളുടെയും DNA ചേർത്ത് നാവികളുടെ രൂപത്തിൽ പുതിയ ശരീരങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് അവതാറുകൾ. ജീവൻ ഉണ്ടാവുമെങ്കിലും ഒരു ആത്മാവില്ലാത്ത വെറും പൊള്ളയായ ശരീരങ്ങൾ മാത്രമായിരുന്നു ഈ അവതാറുകൾ. ഒരു മനുഷ്യന്റെ DNA ഉപയോഗിച്ചുണ്ടാക്കിയ അവതാറിലേക്ക് അയാളുടെ തലച്ചോറിലെ വിവരങ്ങൾ ലിങ്ക് ബെഡ് എന്ന മെഷീൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതോടെ ആ മനുഷ്യൻ അയാളുടെ അവതാർ ശരീരത്തിൽ ഉണരും. ആ ശരീരം ഉപയോഗിച്ചാണ് അവർ പാൻഡോറയിൽ ഇറങ്ങി നാവികളുമായി ആശയവിനിമയം നടത്തുന്നതും ഗവേഷണം നടത്തുന്നതും. ലിങ്ക് ബെഡ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആ ആളുകളുടെ അവതാറിന് ബോധം നഷ്ടപ്പെടുകയും അയാൾ സ്വന്തം ശരീരത്തിൽ ഉണരുകയും ചെയ്യും. ഇതാണ് അവതാർ പ്രൊജക്ട്. എന്നാൽ അവതാർ പ്രൊജക്ടിന്റെ ഹെഡ് ആയിരുന്ന ഡോക്ടർ ഗ്രേസ് ഓഗസ്റ്റിന് ജാക്കിന് വലിയ താല്പര്യമില്ലായിരുന്നു. ജാക്കിന്റെ സഹോദരനും ഗവേഷകനുമായ ടോമിയെ ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഇതിന്റെ പേരിൽ RDA കോർപ്പറേറ്റ് ഹെഡ് പാർക്കറുമായി വഴക്കിടുന്ന ഗ്രേസിനോട് നമ്മളിവിടെ വന്നത് നാവികളെ സഹായിക്കാനോ ഗവേഷണം നടത്താനോ അല്ല എന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നു. പാൻഡോറയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവമായ ഒരു ലോഹമാണ് അണൊബ്റ്റേനിയം. കിലോയ്ക്ക് 140 കോടി രൂപ വിലയുള്ള കാന്തിക ശക്തികളെ തടുക്കാൻ സാധിക്കുന്ന സൂപ്പർ കണ്ടക്ടറായ ഈ ലോഹം കുഴിച്ചെടുക്കാൻ മാത്രമാണ് ഒരുപാട് പണം ചെലവഴിച്ച് അവരവിടെ നിൽക്കുന്നത്. പാൻഡോറയിലെ മലനിരകൾ ആകാശത്ത് ഒഴുകി നടക്കുന്നതും അവിടുത്തെ മരങ്ങൾ ആകാശം മുട്ടെ വളരുന്നതും പ്രകൃതി രാത്രിയിൽ തിളങ്ങുന്നതുമെല്ലാം ഈ ലോഹം അവിടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നാവികൾ കൂട്ടമായി താമസിക്കുന്ന ഹോം ട്രീ എന്ന് വിളിക്കുന്ന വലിയ മരത്തിന്റെ അടിയിലാണ് ഈ ലോഹത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമുള്ളത്. നാവികളെ അവിടുന്ന് മാറ്റാതെ അത് കുഴിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരു സംഘർഷം ഒഴിവാക്കി സമാധാനപരമായി നാവികളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാൻ ഒരു വഴി കണ്ടെത്താൻ വേണ്ടി മാത്രമായിരുന്നു ഈ അവതാർ പ്രൊജക്ട്. പക്ഷെ അതിനിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നാവികളുമായുള്ള മനുഷ്യരുടെ ബന്ധം വഷളാക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഖനനം തുടങ്ങാൻ സാധിക്കാതെ നഷ്ടം സഹിക്കുകയായിരുന്ന കമ്പനി ബലം പ്രയോഗിച്ചാണെങ്കിലും നാവികളെ അവിടെ ഓടിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പാർക്കർ ഗ്രേസിനോട് ആവശ്യപ്പെട്ടു. വേറെ വഴിയില്ലാതെ ഗ്രേസ് മനസ്സില്ലാ മനസ്സോടെ ജെയ്ക്കിനെ ടീമിലെടുക്കുന്നു. അവതാർ ശരീരത്തിൽ ആദ്യമായി ഉണർന്ന് ജെയ്ക്ക് കൊച്ചുകുട്ടികളെ പോലെയാണ് പെരുമാറിയത്. തളർന്ന കാലുകളുമായി നരകിച്ച് ജീവിച്ചിരുന്ന ജെയ്ക്ക് തന്റെ അവതാറിൽ പഴയതുപോലെ ഓടാനും ചാടാനും ഒക്കെ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ സന്തോഷത്താൽ മതിമറന്നു. ഗ്രേസിന്റെ ഗവേഷണ സംഘത്തിലെ ഗൺമാനായി പോസ്റ്റ് ചെയ്ത ജെയ്ക്കിനെ രഹസ്യമായി കാണുന്ന കേണൽ കോറിച്ച് അവതാർ പ്രൊജക്ട് ഒരു മണ്ടത്തരമാണെന്ന് പറയുന്നു. സമാധാനപരമായി നാവികൾ അവിടെ നിന്നും മാറാൻ തയ്യാറാവില്ലെന്ന് മുൻപ് അവരുമായി ഏറ്റുമുട്ടിയ കോറിച്ചിനറിയാം. ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ നാവികളെ തോൽപ്പിക്കാൻ ആവശ്യമായ വിവരങ്ങൾ
മനസ്സിലാക്കി ഗ്രേസ് അറിയാതെ തനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ അയാൾ ജെയ്ക്കിനോട് പറഞ്ഞു. അങ്ങനെ ഒരു സഹായം ചെയ്താൽ ഭൂമിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ജെയ്ക്കിന്റെ കാലുകൾ ചികിത്സിച്ച് ഭേദമാക്കി തരാമെന്ന് കോറിച്ച് അവന് വാക്കു കൊടുക്കുന്നു. അങ്ങനെ ഗ്രേസിന്റെ സംഘത്തിനൊപ്പം ആദ്യമായി പാൻഡോറയിലെ കാടുകളിലേക്ക് ഇറങ്ങുന്ന ജെയ്ക്ക് കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടെ താനറ്റർ എന്ന ഒരു ഭീകരജീവിയുടെ മുന്നിൽ ചെന്നപ്പെടുന്നു. അതിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കൂട്ടം തെറ്റി കാട്ടിലകപ്പെട്ടു പോകുന്ന ജെയ്ക്കിനെ ഒരുപാട് അന്വേഷിച്ചിട്ടും കാണാതായതോടെ ഗ്രേസും കൂട്ടരും ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷെ ആ ജീവിയിൽ നിന്ന് രക്ഷപ്പെട്ട ജെയ്ക്ക് ആ വലിയ കാട്ടിൽ ഒറ്റയ്ക്ക് അലയാൻ തുടങ്ങി. അവിടെ വെച്ച് ഒമത്തിക്കായ ഗോത്രത്തലവന്റെ മകൾ നെയ്ത്തീരി ജെയ്ക്കിനെ കാണുന്നു. ഒരു നാവിയുടെ ശരീരമാണെങ്കിലും അവൻ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ നെയ്ത്തീരി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയം നാവികൾ ആരാധിക്കുന്ന എയ്വ എന്ന മരത്തിന്റെ ഒരു വിത്ത് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. പാൻഡോറയിലെ മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കളാണ് ഈ വിത്തുകൾ എന്നായിരുന്നു നാവികളുടെ വിശ്വാസം. അതിനുശേഷവും അവനെ പിന്തുടർന്ന നെയ്ത്തീരി രാത്രിയായപ്പോൾ വന്യജീവികളുടെ ആക്രമണത്തിൽപ്പെട്ട ജെയ്ക്കിനെ രക്ഷിക്കുന്നു. തന്നെ രക്ഷിച്ച നെയ്ത്തീരിയോട് ജെയ്ക്ക് നന്ദി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നെയ്ത്തീരി അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കാട്ടിൽ കയറി ചെറിയ കുട്ടികളെ പോലെ പെരുമാറി മറ്റു ജീവികൾക്ക് ശല്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ നിന്നെ ആക്രമിച്ചതെന്ന് പറയുന്ന നെയ്ത്തീരി അവനോട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാൻ ആവശ്യപ്പെടുന്നു. അവൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ച ജെയ്ക്ക് തന്നെ സഹായിക്കാനും അവളുടെ കൂടെ കൂട്ടാനും ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ അതിന് തയ്യാറായില്ല. പക്ഷെ അവിടെ വെച്ചൊരു അത്ഭുതം നടക്കുന്നു. എയ്വയുടെ വിത്തുകൾ പറന്നു വന്ന് ജെയ്ക്കിന്റെ ശരീരത്തിൽ പൊതിയുന്നത് കണ്ട നെയ്ത്തീരി അതൊരു നിമിത്തമാണെന്ന് മനസ്സിലാക്കി അവനെ അവരുടെ ഗോത്ര കൂട്ടിക്കൊണ്ടുപോകുന്നു. നെയ്ത്തീരിയോടൊപ്പം പോകുന്നതിനിടെ അവളുടെ ഭാവി വരനും ഒമത്തിക്കായ ഗോത്രത്തിന്റെ അടുത്ത തലവനാവേണ്ടവനുമായ ചൂത്തയും സംഘവും ജെയ്ക്കിനെ പിടികൂടുന്നു. പക്ഷെ നെയ്ത്തീരി അവരെ തടയുകയും തനിക്ക് എയ്വയിൽ നിന്നൊരു സൂചന കിട്ടിയത് കൊണ്ടാണ് അവനെ കൊല്ലാതെ കൂടെ കൂട്ടിയതെന്നും പറയുന്നു. അവളുടെ അമ്മയും ഗോത്രത്തലവന്റെ ഭാര്യയുമായിരുന്ന മോഹാത്താണ് ഇനി ജെയ്ക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. സഹീഖ് എന്നായിരുന്നു നാവികൾ അവരെ വിളിച്ചിരുന്നത്. എയ്വയുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്ന അവർ ഒമത്തിക്കായ ഗോത്രത്തിന്റെ ആത്മീയമായ കാര്യങ്ങളുടെ അവസാന വാക്കായിരുന്നു. നാവികൾ താമസിക്കുന്ന കൂറ്റൻ മരത്തിനുള്ളിൽ എത്തുന്ന ജെയ്ക്കിനെ മറ്റു നാവികൾ വെറുപ്പോടെയാണ് നോക്കുന്നത്, പ്രത്യേകിച്ചും ചൂറ്റെ. എന്നാൽ എയ്വയുടെ സന്ദേശം അനുസരിച്ചാണ് അവനെ കൊണ്ടുവന്നതെന്നറിഞ്ഞ ഗോത്രത്തലവനായ എയ്റ്റുക്കാനും ഭാര്യ മോഹാത്തും ചേർന്ന് അവനെ പരിശോധിക്കുന്നു. നീ ആരാണ്, എന്താണ് എന്ന ചോദ്യത്തിന് ഭൂമിയിലെ ഒരു ഗോത്രത്തിലെ യോദ്ധാവായിരുന്നു താനെന്ന ജെയ്ക്കിന്റെ മറുപടി അവരിൽ കൗതുകമുണർത്തി. ഒരു യോദ്ധാവായ മനുഷ്യനെ ആദ്യമായി കണ്ട അവർ അവനെ പഠിക്കാൻ തീരുമാനിക്കുകയും അവരുടെ രീതികൾ അവനെ പഠിപ്പിക്കാൻ നെയ്ത്തീരിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ രാത്രി അവരെ പോലെ വസ്ത്രം ധരിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവിടെ താമസിച്ചുറങ്ങിയ ജെയ്ക്ക് മറുവശത്ത് ക്യാമ്പിൽ തന്റെ യഥാർത്ഥ ശരീരത്തിൽ ഉണർന്നു. നാവികൾ അവനെ പഠിക്കാൻ തീരുമാനിച്ചുവെന്നും അവൻ ഇപ്പോൾ അവരിലൊരാളാണെന്നും ഗ്രേസിനോടും കൂട്ടുകാരോടും അവൻ പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം മുമ്പുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് ശേഷം നാവികൾ മനുഷ്യരെ അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ ജെയ്ക്കിനെ അവർ സ്വീകരിച്ചത് എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ നൽകി. ഈ വിവരങ്ങൾ അറിയുന്ന പാർക്കറും കോറിച്ചും ജെയ്ക്കുമായി സംസാരിച്ച് അവരുടെ പ്ലാൻ വിവരിക്കുന്നു. ഒമത്തിക്കായ ഗോത്രം താമസിക്കുന്ന ഒരു വലിയ മരത്തിന് ചുറ്റുമാണ് അണപ്റ്റോനിയത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമുള്ളത്. അവരെ അവിടുന്ന് ഒഴിപ്പിക്കാതെ അത് കുഴിച്ചെടുക്കാൻ സാധിക്കില്ല. നാവികളുടെ ബലഹീനതകളും പ്ലാനുകളും മനസ്സിലാക്കുന്നതോടൊപ്പം സൗമ്യമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരെ അവിടെ നിന്നും മാറ്റാൻ ഒരു വഴി കണ്ടെത്താൻ അവർ ജെയ്ക്കിനോട് ആവശ്യപ്പെടുന്നു. ഇതിനായി 3 മാസത്തെ സമയമാണ് അവർ ജെയ്ക്കിന് കൊടുക്കുന്നത്. അത് നടക്കാൻ വലിയ സാധ്യതയൊന്നുമില്ലെന്ന് ജെയ്ക്ക് അവരോട് പറയുന്നുണ്ടെങ്കിലും അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല. വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നാവികളെ അവിടെ നിന്നും തുരത്താൻ അവർ തയ്യാറെടുത്തിരുന്നു. അങ്ങനെ നെയ്ത്തീരിയുടെ കഠിനമായ പരിശീലനത്തിൽ ജെയ്ക്ക് പാൻഡോറയിലെ തന്റെ ജീവിതം ആരംഭിക്കുന്നു. ആദ്യ പാഠമായിരുന്നു സഹേലു അഥവാ ബോണ്ടിങ് എന്ന പ്രക്രിയ. പാൻഡോറയിലെ എല്ലാ ജീവികൾക്കും ഒരു പ്രത്യേക അവയവമുണ്ട്. അവരുടെ തലയ്ക്ക് പിന്നിൽ ഒരു വാലുപോലെ വളർന്നു നിൽക്കുന്ന ഒരു ഭാഗം. ഞരമ്പുകളുടെ കൂട്ടമായ ആ ഭാഗം ഉപയോഗിച്ച് നാവികൾക്ക് മറ്റു ജീവികളുടെ ശരീരവുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ 2 ജീവികൾക്കും ഒരേ മനസ്സാകും. അവർ ചിന്തിക്കുന്നതനുസരിച്ച് ആ ജീവികൾ പെരുമാറും. യാത്ര ചെയ്യാനും വേട്ടയാടാനും ഒക്കെ മറ്റു ജീവികളെ ഉപയോഗിക്കുന്നതിനും അവരുടെ ദൈവമായ എയ്വയുമായി സംസാരിക്കാനും ഈ ബോണ്ട് നാവികൾ ഉപയോഗിക്കുന്നു. അപ്പോഴേക്കും ജെയ്ക്ക് അവിടെ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കേണൽ കോറിച്ചുമായി പങ്കിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗ്രേസ് കമ്പനി ക്യാമ്പിൽ നിന്നും ജെയ്ക്കിനെയും കൂട്ടരെയും ഹല്ലേലൂയ മൗണ്ടൻസ് എന്ന് വിളിക്കുന്ന പാൻഡോറയിലെ ഒഴുകി നടക്കുന്ന മലകളിലുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് ജെയ്ക്കുമായി കൂടുതൽ അടുക്കുന്ന ഗ്രേസ് നാവികൾ മനുഷ്യരെ ശത്രുക്കളായി കാണുന്നതിന്റെ കാരണം അവന് വിവരിച്ചു കൊടുക്കുന്നു. ആദ്യമായി പാൻഡോറയിൽ എത്തിയ മനുഷ്യർ നാവികളുമായി സൗഹൃദത്തിലായിരുന്നു. പക്ഷേ പാൻഡോറയിലെ പ്രകൃതിയെ നശിപ്പിക്കുന്നതടക്കമുള്ള മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകൾ നാവികൾ എന്നും എതിർത്തിരുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം എന്നോണം ഒരു കൂട്ടം നാവികൾ കമ്പനിയുടെ ബുൾഡോസർ കത്തിച്ചു കളയുന്നു. അവരെ തേടി വന്ന മനുഷ്യരുടെ ആക്രമണത്തിൽ നെയ്ത്തീരിയുടെ സഹോദരിയും കൂട്ടുകാരും കൊല്ലപ്പെട്ടു. അതോടെ നാവികളും മനുഷ്യരും കടുത്ത ശത്രുതയിലായി.
അങ്ങനെ നാവികളുടെ ഭാഷയും വേട്ടയാടുന്ന രീതിയുമൊക്കെ പഠിച്ച ജെയ്ക്ക് ഒരു പൂർണ്ണ നാവിയാകാൻ അടുത്തതായി ചെയ്യേണ്ടിയിരുന്നത് ഇക്രാൻ എന്ന വലിയ പറക്കുന്ന ജീവിയെ കീഴ്പ്പെടുത്തി ബോണ്ട് ചെയ്ത് സ്വന്തമാക്കുക എന്നതാണ്. മറ്റു ജീവികളെ പോലെയല്ല ഇക്രാനുകൾ. ഒരിക്കൽ ഒരു നാവിയുമായി ബോണ്ട് ചെയ്താൽ പിന്നെ മരണം വരെ ആ ഒരു നാവിയുടെ കൂടെ മാത്രമേ ഇക്രാനുകൾ പറക്കുകയുള്ളൂ. ഇതിനായി നെയ്തീരിയും സംഘവും ജെയ്ക്കിനെ ഇക്രാനുകൾ കൂട്ടമായി താമസിക്കുന്ന ഹല്ലേലൂയ പർവ്വതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇക്രാനുകൾ അക്രമകാരികളാണ്. അവയെ പിടിക്കാൻ ശ്രമിച്ചാൽ അവർ തിരിച്ചാക്രമിക്കും. ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ ജെയ്ക്ക് ഒരു ഇക്രാനെ കീഴ്പ്പെടുത്തി അതിനെ ബോണ്ട് ചെയ്ത് സ്വന്തമാക്കി അതുമായി പറക്കാൻ പഠിക്കുന്നു. ഒരു ദിവസം ഇക്രാനുമായി പറന്നു നടന്നിരുന്ന ജെയ്ക്കിനെയും നെയ്തീരിയെയും തുറുക്ക് എന്ന മറ്റൊരു ജീവിയെ ആക്രമിക്കുന്നു. ഒരു ഇക്രാനേക്കാൾ പല മടങ്ങ് വലുപ്പമുള്ള തുറുക്ക് പാൻഡോറയിലെ ആകാശത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്നു. ഒരുവിധം കാടിനുള്ളിലേക്ക് പറന്ന് ജെയ്ക്കും നെയ്തീരിയും അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ തുറുക്ക് ഒരു സാധാരണ ജീവിയായിരുന്നില്ല. ലാസ്റ്റ് ഷാഡോ അഥവാ അവസാനത്തെ നിഴൽ എന്നാണ് തുറുക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഒരു തുറുക്കിന്റെ മുന്നിൽപ്പെട്ടാൽ നിങ്ങൾ അവസാനമായി കാണുന്നത് അതിനെ ആയിരിക്കുമെന്നർത്ഥം. പാൻഡോറയുടെ ചരിത്രത്തിൽ ഇതുവരെ ആകെ 5 പേർ മാത്രമേ തുറുക്കിനെ കീഴ്പ്പെടുത്തി സ്വന്തമാക്കിയിട്ടുള്ളൂ. നാവികൾ ഒരു പ്രവാചകനെ പോലെ കണ്ടിരുന്ന അവരെ തുറുക്ക് മക്തോ എന്നാണ് വിളിച്ചിരുന്നത്. എപ്പോഴൊക്കെ നാവികളും പാൻഡോറയും വലിയ വിപത്തുകൾ നേരിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു തുറുക്ക് മക്തോ വന്ന് അവരെ രക്ഷിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ജെയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ്. തന്റെ പഴയ ജീവിതം ജെയ്ക്ക് പാടെ മറന്നുപോയിരിക്കുന്നു. തളർന്ന കാലുകളുമായി വീൽ ചെയറിൽ ജീവിക്കുന്ന മനുഷ്യനായ ജെയ്ക്കാണോ അതോ സർവ്വ സ്വതന്ത്രനായി പറന്നു നടക്കുന്ന നാവിയായ ജെയ്ക്കാണോ? ഇതിൽ ആരാണ് ഞാൻ എന്ന ചിന്ത അവനെ അലട്ടുന്നു. ഇതിനിടെ അവനെ കാണാനെത്തുന്ന കോറിച്ച് അവന്റെ ലോഗിലെ വിവരങ്ങൾ അനുസരിച്ച് നാവികളെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള വഴികൾ അവർക്ക് കിട്ടിയെന്ന് അവനെ അറിയിച്ചു. ഈ മിഷൻ അവസാനിപ്പിച്ച് അവന് ഭൂമിയിലേക്ക് തിരിച്ചു പോകാമെന്നും അവന്റെ കാലുകൾ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഏർപ്പാടുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും കോറിച്ച് അവനോട് പറഞ്ഞു. എന്നാൽ തനിക്ക് കുറച്ചു സമയം കൂടി തരണമെന്ന് ജെയ്ക്ക് കോറിച്ചിനോട് ആവശ്യപ്പെട്ടു. ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നാവികൾ പൂർണ്ണമായും അവനെ അവരിലൊരാളായി സ്വീകരിക്കും. അതിനുശേഷം അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് സമാധാനപരമായി അവരെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ജെയ്ക്കിനോട് എന്നാൽ എത്രയും പെട്ടെന്ന് നീ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന ഭീഷണിയോടെ കോറിച്ച് പോകുന്നു. ചടങ്ങ് പൂർത്തിയാക്കി എല്ലാ അർത്ഥത്തിലും നാവിയായ ജെയ്ക്കിനെ നാവികൾ ദേവതയായി ആരാധിക്കുന്ന എയ്വ മരത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നെയ്തീരി ഇനി നിനക്ക് ഇഷ്ടമുള്ള ഒരു നാവി പെണ്ണിനെ വിവാഹം ചെയ്ത് അവരുടെ കൂടെ ജീവിക്കാമെന്ന് പറയുന്നു. എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് ജെയ്ക്ക് പറയുമ്പോൾ ആ മറുപടിക്ക് കാത്തിരുന്ന നെയ്തീരിയും ജെയ്ക്കും എയ്വയെ സാക്ഷിയാക്കി പരസ്പരം ജീവിത പങ്കാളികളായി അംഗീകരിക്കുന്നു. ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടിയ അവർ പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുന്നത് എയ്വ മരങ്ങൾ വലിയ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന മനുഷ്യരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. അവരെ തടയാൻ സാധിക്കാതെ വന്നതോടെ ആ ബുൾഡോസറിനെ ആക്രമിക്കുന്ന ജെയ്ക്ക് നെയ്തീരിയെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒമത്തിക്കായ ഗോത്രത്തിൽ എത്തുമ്പോൾ കാണുന്നത് സൂറ്റയും സംഘവും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതാണ്. യുദ്ധത്തിന് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഗ്രേസും ജെയ്ക്കും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാവികൾ അത് കേൾക്കാൻ തയ്യാറായില്ല. ഇതിനിടെ ജെയ്ക്ക് നാവികളുടെ കൂടി തങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന കോറിച്ച് ലിങ്ക് ബെഡിൽ നിന്നും വിച്ഛേദിച്ച് ജെയ്ക്കിനെയും ഗ്രേസിനെയും പിടികൂടുന്നു. നാവികൾ ശക്തമായ ആക്രമണത്തിലൂടെ കമ്പനിക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് ഉപകരണങ്ങൾ അവർ തീവെക്കുകയും കുറെ പേരെ കൊല്ലുകയും ചെയ്യുന്നതോടെ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കാൻ കമ്പനി തീരുമാനിച്ചു. യുദ്ധം ഒഴിവാക്കാൻ തനിക്ക് അവസാനമായ ഒരു അവസരം കൂടി തരണമെന്ന് പറയുന്ന ജെയ്ക്കിന് പാർക്കർ 1 മണിക്കൂർ സമയം കൊടുക്കുന്നു. ലിങ്ക് ബെഡിൽ കയറി നാവി ശരീരത്തിൽ ഉണർന്ന ജെയ്ക്ക് ഒമത്തിക്കായ ഗോത്രത്തോട് അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ അപേക്ഷിക്കുകയും ഈ വിവരം എന്നെങ്കിലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് താൻ ഇവിടെ വന്നതെന്നും പറഞ്ഞു. ജെയ്ക്കിന് ആദ്യമേ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെന്നും അയാൾ തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നും മനസ്സിലാക്കുന്ന ഗോത്രത്തലവൻ അവനെയും ഗ്രേസിനെയും തടവിലാക്കിയ ശേഷം മനുഷ്യരുടെ ആയുധങ്ങളുടെ ശക്തി എന്താണെന്നറിയാതെ യുദ്ധത്തിന് തയ്യാറെടുത്തു. ജെയ്ക്കിന് കൊടുത്ത സമയം കഴിഞ്ഞതോടെ കോറിച്ചും കൂട്ടരും സർവ്വസന്നാഹങ്ങളോടെയും നാവികളെ ആക്രമിക്കുന്നു. ആദ്യം ഗ്യാസ് റൗണ്ടുകൾ ഉപയോഗിച്ച് അവരെ ഓടിക്കാൻ ശ്രമിച്ചിട്ടും അവർ ഓടാതെ വന്നപ്പോൾ മിസൈലുകൾ ഉപയോഗിച്ച് അവരെ അവിടെ നിന്നും ഓടിച്ചതിന് ശേഷം കോറിച്ച് ഹോം ട്രീ തകർത്തു. എല്ലാം നഷ്ടപ്പെട്ട നാവികൾ എയ്വ മരത്തിന്റെ അടുത്ത് അഭയം തേടുന്നു. ക്യാമ്പിൽ തടവിലായിരുന്ന ഗ്രേസിനെയും ജെയ്ക്കിനെയും അവരുടെ പൈലറ്റ് ആയിരുന്ന ട്രൂഡിയും സുഹൃത്തായിരുന്ന മാക്സും ചേർന്ന് രക്ഷിക്കുന്നതിനിടയിൽ അവരെ തടയാൻ ശ്രമിക്കുന്ന കോറിച്ചിന്റെ വെടിയേറ്റ് ഗ്രേസിന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ക്യാമ്പിന് പുറത്തുണ്ടായിരുന്ന അവരുടെ മെഷീനറീസ് എല്ലാം എടുത്ത് അവർ കാട്ടിനുള്ളിൽ എളുപ്പം കണ്ടുപിടിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ താവളം അടിക്കുന്നു. അവിടെ വെച്ച് ലിങ്ക് ബെഡ് ഉപയോഗിച്ച് വീണ്ടും തന്റെ അവതാറിൽ ഉണരുന്ന ജെയ്ക്ക് കത്തി അമർന്ന ഹോം ട്രീയുടെ അടുത്തെത്തുന്നു. താൻ കൂടി കാരണമായ ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നാവികളെ രക്ഷിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ഒമത്തിക്കായ ഗോത്രത്തിലേക്ക് ചെന്നാൽ അവർ ഇനി തന്നെ സ്വീകരിക്കില്ല എന്ന് അറിയാമായിരുന്ന ജെയ്ക്ക് അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു.
തുറുക്കിനെ കീഴ്പ്പെടുത്തി അതിന്റെ റൈഡർ ആവുക, അതായത് തുറുക് മക്തു ആവുക. ഒന്നിനെയും പേടിയില്ലാതെ ആകാശത്ത് പറന്നു നടന്നിരുന്ന തുറുക്കിനെ കണ്ടെത്തിയ ജെയ്ക്ക് അതിന്റെ മുകളിലൂടെ പറന്നു ചെന്ന് അപ്രതീക്ഷിതമായി അതിനെ ആക്രമിച്ച് കീഴടക്കുന്നു. അതിന്റെ മുകളിൽ പറന്നിറങ്ങിയ ജെയ്ക്കിനെ കണ്ട് നാവികൾ അമ്പരപ്പോടെ അവിശ്വസനീയതയോടെ വിളിച്ചു തുറുക് മക്തു. അവരുടെ വിശ്വാസപ്രകാരം എല്ലാം നഷ്ടപ്പെട്ട അവരെയും പാൻഡോറയെയും രക്ഷിക്കാൻ അവൻ വന്നു തുറുക് മക്തു. അവരുമായി സംസാരിക്കുന്ന ജെയ്ക്ക് ഗ്രേസിന്റെ ജീവൻ അപകടത്തിലാണെന്നും അവരെ രക്ഷിക്കണമെന്നും അവരോട് അപേക്ഷിച്ചു. എയ്വയുടെ സഹായത്തോടെ ഗ്രേസിന്റെ ആത്മാവ് അവരുടെ അവതാർ ശരീരത്തിലേക്ക് എന്നേക്കുമായി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഴത്തിൽ മുറിവേറ്റിരുന്ന ഗ്രേസ് ആ ചടങ്ങിന്റെ പാതി വഴിയിൽ മരിക്കുന്നു. അവിടെ വെച്ച് ജെയ്ക്ക് ഒമത്തിക്കായ ഗോത്രത്തോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറയുന്നു. മനുഷ്യരെ പാൻഡോറയിൽ നിന്നും തുരത്തണമെന്നും അതിനായി പലയിടത്തായി കഴിയുന്ന വ്യത്യസ്തരായ ഗോത്രങ്ങളെയെല്ലാം വിവരം അറിയിച്ച് ഈ യുദ്ധത്തിൽ കൂടെ കൂട്ടാനുള്ള അവന്റെ നിർദ്ദേശം അവർ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഈ വിവരങ്ങൾ അറിയുന്ന കോറിച്ച് നാവികൾ ആക്രമിക്കുന്നതിന് മുൻപേ അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ പ്ലാൻ ഇടുന്നു. അവർ ആരാധിക്കുന്ന എയ്വ മരത്തിനെ ആക്രമിച്ച് നശിപ്പിച്ചാൽ പാൻഡോറയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തകരാറിലാവുമെന്നും നാവികൾ അതോടെ തോറ്റോടുമെന്നും അയാൾ കണക്കുകൂട്ടി. അവരുടെ ഈ പ്ലാനുകളെല്ലാം മാക്സിലൂടെ അറിയുന്ന ജെയ്ക്കും കൂട്ടരും കോറിച്ചിനെ നേരിടാൻ തയ്യാറെടുത്തു. അവസാനമായി ഒരു പ്രാർത്ഥന എന്നോണം എയ്വയുടെ അടുത്തെത്തുന്ന ജെയ്ക്ക് മനുഷ്യരുടെ സ്വഭാവത്തെ പറ്റി ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഭൂമിയിലെ പ്രകൃതിയെയും സർവ്വ ജീവജാലങ്ങളെയും നശിപ്പിച്ച ശേഷമാണ് മനുഷ്യർ ഇങ്ങോട്ട് വന്നതെന്നും അവരെ തടഞ്ഞില്ലെങ്കിൽ പാൻഡോറയെ മൊത്തം അവർ നശിപ്പിക്കുമെന്നും പറയുന്ന ജെയ്ക്കിനോട് എയ്വ ആരുടെയും പക്ഷം ചേരില്ലെന്നും ജീവന്റെ സന്തുലിതാവസ്ഥ കാത്തുരക്ഷിക്കുക മാത്രമാണ് ചെയ്യുകയെന്നും നെയ്ത്തിരി പറയുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കൂറ്റൻ വെടിക്കോപ്പുകളും യന്ത്രങ്ങളും ബോംബുകളുമായി എയ്വയെ നശിപ്പിക്കാനെത്തിയ കോറിച്ചിന്റെ സൈന്യവും അമ്പും വില്ലും ഇക്രാനുകളും ജെയ്ക്കിന്റെ നാവിപ്പടയും ഏറ്റുമുട്ടി. രണ്ടു കൂട്ടർക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചു. പാൻഡോറയിലെ സകല ജീവജാലങ്ങളും അവരുടെ കരുത്തുപയോഗിച്ച് നാവികളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അതോടെ ജെയ്ക്കും കൂട്ടരും കൂടുതൽ ആവേശത്തോടെ പോരാടി. പാൻഡോറയിലെ കൂറ്റൻ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കോറിച്ചിന്റെ സൈന്യം തുന്നം പാടി. എയ്വയെ തകർക്കാൻ ബോംബുകളുമായി വന്ന വിമാനവും കോറിച്ചിന്റെ ഗൺഷിപ്പും ജെയ്ക്ക് ആക്രമിച്ച് തകർത്തു. ഒരു കൂറ്റൻ റോബോട്ടിന്റെ ഉള്ളിൽ കയറി ഗൺഷിപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടുന്ന കോറിച്ച് ജെയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ലിങ്ക് ബെഡ് ഡിസ്കണക്ട് ചെയ്യാനെത്തുന്നു. അവിടെ വെച്ച് ജെയ്ക്കും നെയ്റ്റീരിയും ചേർന്ന് ഒരു രൂക്ഷമായ പോരാട്ടത്തിലൂടെ കോറിച്ചിനെ കൊല്ലുന്നു. യുദ്ധത്തിൽ വെടിയേറ്റ് പരുക്ക് പറ്റിക്കിടന്ന ചൂത്തൈ ഒമത്തിക്കായ ഗോത്രത്തിന്റെ പുതിയ തലവനായി ജെയ്ക്കിനെ നിയമിച്ച ശേഷം മരണത്തിന് കീഴടങ്ങി. യുദ്ധത്തിൽ നാവികളോടൊപ്പം നിന്ന ചുരുക്കം ചില ആളുകൾ ഒഴികെയുള്ള എല്ലാ മനുഷ്യരെയും പാൻഡോറയിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നു. എയ്വയുടെ സഹായത്തോടെ ജെയ്ക്കിന്റെ ആത്മാവിനെ എന്നേക്കുമായി അവന്റെ അവതാറിലേക്ക് മാറ്റുന്നതോടെ എല്ലാ അർത്ഥത്തിലും ഒരു നാവിയായി മാറിയ ജെയ്ക്ക് പാൻഡോറയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. മനുഷ്യർ പോയ ശേഷം പാൻഡോറ വീണ്ടും ശാന്തമായി. ഗ്രേസിന്റെ ഗവേഷണ സംഘത്തിലുണ്ടായിരുന്ന നാവികളെയും പാൻഡോറയും സ്നേഹിച്ച കുറച്ചു പേർ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഭൂമിയിലേക്കുള്ള ക്രയോസ്ലീപ്പ് യാത്ര അതിജീവിക്കാൻ പ്രായമാവാത്ത കോറിച്ചിന്റെ മകനായ സ്പൈഡർ എന്ന കുഞ്ഞും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നാവികളുടെ കൂടെ അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജെയ്ക്കിനും നെയ്ത്തിരിക്കും നിതേയം, ലോആക്ക്, ടൂക്ക് എന്നീ 3 കുഞ്ഞുങ്ങളുണ്ടായി. കൂടാതെ ഗ്രേസിന്റെ അവതാറിൽ ഉണ്ടായ കുട്ടിയായ കിരിയെയും അവർ വളർത്തി. കിരി ജനിച്ചത് ചില പ്രത്യേകതകളോടുകൂടിയായിരുന്നു. എയ്വയുമായി മറ്റാർക്കുമില്ലാത്തൊരു ബന്ധം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ 6 പേരടങ്ങുന്ന സന്തുഷ്ടമായ ആ കുടുംബം സന്തോഷത്തോടെ പാൻഡോറയിൽ ജീവിച്ചു. പെട്ടെന്നൊരു ദിവസം ആകാശത്ത് സാധാരണയായി കാണാത്ത ഒരു പ്രകാശം ജെയ്ക്കും നെയ്ത്തിരിയും ശ്രദ്ധിച്ചു. അവർ ഭയന്നതുപോലെ തന്നെ മനുഷ്യർ പാൻഡോറയിലേക്ക് തിരിച്ചു വരുന്നതായിരുന്നു അത്. യാതൊരു ദയയുമില്ലാതെ വന്നെത്തിയപാടെ തന്നെ കാടുകൾ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് മനുഷ്യർ അവരുടെ ജോലികൾ ആരംഭിച്ചു. നാവികളുമായി നടന്ന അവസാന യുദ്ധത്തിന് മുൻപ് കമ്പനി ഒരു മുൻകരുതൽ എടുത്തിരുന്നു. ഒരു പക്ഷേ മനുഷ്യർ തോൽക്കുകയും അവരുടെ മിടുക്കന്മാരായ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്താൽ അവരുടെ മനസ്സും ചിന്തകളുമായി നാവി അവതാറിൽ പുനർജനിച്ച് വീണ്ടും യുദ്ധം ചെയ്ത് പാൻഡോറ കീഴടക്കാൻ അവർ കോറിച്ചടക്കമുള്ള സൈനികരുടെ തലച്ചോറിലെ എല്ലാ ഡാറ്റകളും ഒരു മെമ്മറി കാർഡിലാക്കി വെച്ചിരുന്നു. അതുപയോഗിച്ച് തന്റെ DNA കൊണ്ടുണ്ടാക്കിയ അവതാറിൽ കോറിച്ച് പുനർജനിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് അയാൾ റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോ ടാപ്പിലൂടെ തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ജെയ്ക്കിനെ കുറിച്ചും മനസ്സിലാക്കിയ അയാൾ ജെയ്ക്കുമായി മറ്റൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. കോറിച്ചിന്റെ വരവോടെ ജെയ്ക്കും കുടുംബവും മനുഷ്യരടങ്ങിയ ഗവേഷണ സംഘവും ഹല്ലേലൂയ പർവ്വതങ്ങളിൽ ഒളിച്ചു താമസിക്കുകയാണ്. മനുഷ്യരുടെ ക്യാമ്പുകൾ ആക്രമിച്ച് ആയുധങ്ങളും മറ്റും തട്ടിയെടുത്ത് അവർ ശേഖരിക്കുന്നതും അവിടെ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അൺഒബ്റ്റേനിയം കുഴിച്ചെടുക്കാൻ ആയിരുന്നില്ല മനുഷ്യർ വീണ്ടും പാൻഡോറയിൽ എത്തിയത്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഭൂമി പൂർണ്ണമായും നശിക്കും. മനുഷ്യർക്ക് കുടിയേറി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി പാൻഡോറയെ മാറ്റിയെടുക്കണം. പക്ഷേ ജെയ്ക്കിന്റെ കീഴിൽ നാവികൾ തുടർച്ചയായി മനുഷ്യരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. മനുഷ്യരുടെ എല്ലാ ക്യാമ്പുകളും ഒന്നിനു പിറകെ ഒന്നായി ജെയ്ക്ക് നശിപ്പിച്ചു. ജെയ്ക്കിനെ പിടികൂടാൻ പുതിയ മിഷന്റെ ഭാഗമായി ജനറൽ അഡ്മോർ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ പർവ്വതങ്ങളുടെ ഇടയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ജെയ്ക്കിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. എപ്പോഴൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും പാൻഡോറയിലെ ജീവികൾ മനുഷ്യരെ ആക്രമിച്ച് കീഴടക്കി. അവതാർ രൂപത്തിലുള്ള കേണൽ കോറിച്ചിനെയും സംഘത്തെയും നാവികളാണെന്ന് കരുതി പാൻഡോറയിലെ ജീവികൾ ആക്രമിക്കില്ലെന്ന് കരുതുന്ന ജനറൽ അഡ്മോർ ഏത് വിധേന
മുഖേനയും ജെയ്ക്കിനെ പിടികൂടണമെന്ന് കോറച്ചിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കോറച്ചും സംഘവും ജെയ്ക്കിനെ അന്വേഷിച്ച് വീണ്ടും പാൻഡോറയിലെ കാടുകളിലേക്ക് ഇറങ്ങി. അവിടെ വെച്ച് നെയ്ത്തീരി തന്നെ കൊന്ന സ്ഥലവും തന്റെ ജീർണിച്ച മനുഷ്യ ശരീരവും കോറച്ച് കണ്ടെത്തുന്നു. ആ സമയത്ത് സ്പൈഡറിന്റെ കൂടെ കാട്ടിൽ കളിക്കുകയായിരുന്ന ജെയ്ക്കിന്റെ മക്കളായ ലോവാക്കും ടൂക്കും കിരിയും കോറച്ചിന്റെ പിടിയിലാവുന്നു. വയർലെസ് വഴി ലോവാക്ക് ആ വിവരം ജെയ്ക്കിനെ അറിയിക്കുന്നു. അവിടെ എത്തിയ ജെയ്ക്കും നെയ്ത്തീരിയും അവരുടെ മൂത്ത മകനായ നിതയും കോറച്ചുമായി ഏറ്റുമുട്ടി കുട്ടികളെ രക്ഷിക്കുന്നു. എന്നാൽ അതിനിടെ സ്പൈഡർ കോറച്ചിന്റെ കയ്യിലാകപ്പെട്ടു. തന്റെ അച്ഛനായ കോറച്ചിനെ കുറിച്ച് വലിയ ഓർമ്മകളൊന്നും ഇല്ലായിരുന്നെങ്കിലും അയാൾ ഒരു ക്രൂരനായ പട്ടാളക്കാരനായിരുന്നു എന്ന് സ്പൈഡറിന് അറിയാമായിരുന്നു. ജെയ്ക്കിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ജനറൽ ആഡ്മോർ അവനെ പീഡിപ്പിക്കുമ്പോൾ കോറച്ച് ഇടപെട്ട് അവനെ അതിൽ നിന്നും ഒഴിവാക്കി അവനോട് തനിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ അവർ നിന്നെ വീണ്ടും ഉപദ്രവിക്കുമെന്ന കോറച്ചിന്റെ ഭീഷണിയിൽ ജെയ്ക്കിനെയും കൂട്ടരെയും കണ്ടെത്താൻ അവരെ സഹായിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. അതേസമയം താനും കുടുംബവും ഇനിയും കാട്ടിൽ തുടരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ജെയ്ക്ക് തന്നെ അന്വേഷിച്ചു വരുന്ന കോറച്ചും സംഘവും ഉമത്തിക്കായ ഗോത്രത്തിലെ എല്ലാവരെയും കൊല്ലുമെന്ന് ഭയപ്പെട്ടു. ഗോത്രത്തലവനായി മറ്റൊരാളെ നിയമിച്ച ശേഷം തന്റെ കുടുംബത്തെയും കൂട്ടി ദൂരെയുള്ള മെത്കൈന എന്ന മറ്റൊരു ഗോത്രത്തിൽ ഒളിച്ചു താമസിക്കാൻ ജെയ്ക്ക് പുറപ്പെട്ടു. കാട്ടിൽ ജീവിക്കുന്ന ഉമത്തിക്കായ ഗോത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു മെത്കൈന ഗോത്രം. കടലും കടൽ ജീവികളുമായി ഇടപഴകി മത്സ്യങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന മെത്കൈനക്കാർക്ക് ഒരുപാട് നേരം കടലിനടിയിൽ നീന്താനും കടൽ ജീവികളുമായി ആംഗ്യ ഭാഷയിൽ സംസാരിക്കാനും അറിയാമായിരുന്നു. അവരുടെ ശരീരപ്രകൃതി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. മെത്കൈന ഗോത്രത്തലവനായ തുണുവാരിയോട് അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ച ജെയ്ക്കിനോട് കാട്ടിൽ ജീവിച്ച നിങ്ങൾക്ക് കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും അവരുടെ ശരീരപ്രകൃതി അതിന് പറ്റിയതല്ലെന്നും പറഞ്ഞു. എന്നാൽ അതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്തു കൊള്ളാമെന്നായിരുന്നു ജെയ്ക്കിന്റെ മറുപടി. സമാധാനമായി ജീവിക്കുന്ന ഞങ്ങളുടെ ഗോത്രത്തിലേക്ക് മനുഷ്യരുമായുള്ള ജെയ്ക്കിന്റെ യുദ്ധം വരുമോ എന്ന ഭയവും അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ താൻ യുദ്ധമെല്ലാം അവസാനിപ്പിച്ചുവെന്നും തന്റെ കുടുംബത്തിന്റെ സുരക്ഷ മാത്രമാണ് തനിക്ക് ആവശ്യമെന്നും ജെയ്ക്ക് പറഞ്ഞു. ജെയ്ക്കിന്റെ അഭ്യർത്ഥന സ്വീകരിക്കുന്ന ടുണുവാരി അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ കടലിന്റെ രീതികൾ പഠിപ്പിക്കാനും തന്റെ മക്കളെ നിയമിക്കുന്നു. അങ്ങനെ ജെയ്ക്കും കുടുംബവും മെത്കൈന ഗോത്രത്തിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ഒരു വശത്ത് ജെയ്ക്കും കുട്ടികളും കടൽ ജീവികളെ മെരുക്കാൻ പഠിക്കുമ്പോൾ മറുവശത്ത് പാൻഡോറയിൽ വീണ്ടും എത്തുന്ന കോറച്ചും സംഘവും സ്പൈഡറിന്റെ സഹായത്തോടെ ഇക്രാനുകളെ മെരുക്കി പറക്കാൻ പഠിച്ച് ജെയ്ക്കിനെതിരെയുള്ള പടയൊരുക്കം ശക്തമാക്കുന്നുണ്ടായിരുന്നു. മെത്കൈന ഗോത്രത്തിൽ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കെ ലോവാക്കും ടുണുവാരിയുടെ മകൻ അനുങ്ങും തമ്മിൽ ഒരു അടിപിടി ഉണ്ടാകുന്നു. കുട്ടികളുടെ കുസൃതിയായി കണക്കാക്കി ജെയ്ക്കും ടുണുവാരിയും അത് തള്ളിക്കളഞ്ഞു. എന്നാൽ അനു അതിന് പകരമായി വേട്ടയ്ക്കെന്ന് കള്ളം പറഞ്ഞ് ലോവാക്കിനെ കടലിന്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അവിടെ വെച്ച് അവനെ ആക്രമിച്ച ഒരു വലിയ സ്രാവിൽ നിന്നും പയക്കാൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ ടുക്കൂൺ എന്ന ജീവി അവനെ രക്ഷിക്കുന്നു. ടുക്കൂണുകൾ മെത്കൈന ജനതയുടെ സ്പിരിച്വൽ ആനിമൽ ആയിരുന്നു. കൂട്ടമായി സഞ്ചരിക്കുന്ന ഇവർ ഇടയ്ക്കിടെ കടൽ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവരുടെ സുഹൃത്തുക്കളായ മെത്കൈന ജനതയോട് ആശയവിനിമയം നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ലോഹാക്ക് പറഞ്ഞ കഥ കേട്ടവർ പയക്കാൻ അപകടകാരിയായ ഒരു ഒറ്റയാനാണെന്നും ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്നും അവനോട് പറഞ്ഞു. എന്നാൽ അവനെ രക്ഷിക്കുകയും അവനോട് സൗമ്യമായി പെരുമാറുകയും ചെയ്ത പയക്കാന്റെ കഥ അറിയാൻ ലോവാക്ക് വീണ്ടും അവനെ കണ്ടെത്തുന്നു. ആംഗ്യ ഭാഷയിൽ അവൻ പയക്കാനുമായി സംസാരിച്ചു. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാകുന്നു. പയക്കാനുമായി ബോണ്ട് ചെയ്യുന്ന ലോവാക്ക് അവന്റെ കഥ അറിയുന്നു. ടുക്കൂണുകൾ ഒരിക്കലും ആരെയും കൊല്ലില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. പക്ഷേ തന്റെ അമ്മയെ വേട്ടയാടിക്കൊന്ന മനുഷ്യരെ അവൻ തിരിച്ചാക്രമിച്ചു. ഈ ഒരു പോരാട്ടത്തിനിടയിൽപ്പെട്ട് കുറെ നാവികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് പയക്കാനെ ടുക്കൂണുകളുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കിയത്. ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന പയക്കാന്റെ കഥ ലോവാക്കിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു ദിവസം സുഖമില്ലാതായ കിരിയെ ചികിത്സിക്കാൻ ജെയ്ക്കിന്റെ സുഹൃത്തുക്കൾ അവരുടെ ദ്വീപിലെത്തുന്നു. അവരെത്തിയ വിമാനം ട്രാക്ക് ചെയ്ത് കോറച്ചും സംഘവും ഈ ദ്വീപുകളെല്ലാം അരിച്ചു പെറുക്കാൻ തുടങ്ങി. അയാൾ ഓരോ ദ്വീപിലെത്തി അവിടുത്തെ ഗ്രാമങ്ങൾ കത്തിക്കുന്നതും അവിടെയുള്ള ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്നത് വേദനയോടെ കണ്ടു നിൽക്കാനേ സ്പൈഡറിനായുള്ളൂ. 100ഓളം വരുന്ന മെത്കൈനയിലെ എല്ലാ ഗ്രാമങ്ങളും കയറി പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന കോറച്ച് മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നു. ടുക്കൂണുകളുടെ തലച്ചോറിൽ അമൃത് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ദ്രാവകമുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അത് ഉപയോഗിച്ചാൽ മനുഷ്യന് പ്രായമാകുന്നത് തടയാൻ സാധിക്കും. അതിനായി അവയെ വേട്ടയാടുന്ന മറ്റൊരു കമ്പനിയുമായി കോറച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. മെത്കൈന ജനങ്ങൾ സഹോദരങ്ങളെ പോലെ കാണുന്ന ടുക്കൂണുകളെ അവരുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചാൽ അവർ യുദ്ധത്തിന് മുതിരും. ആ സമയം അവരെ സഹായിക്കാൻ ജെയ്ക്കും പുറത്തു വരുമെന്ന് കോറച്ച് കണക്കുകൂട്ടി. വേട്ട ആരംഭിച്ച കോറച്ചും സംഘവും ടുക്കൂൺ ക്ലാനിലെ മദർ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ ടുക്കൂണിനെ വേട്ടയാടി കൊന്നു. മെത്കൈന ജനങ്ങളെ പ്രകോപിപ്പിച്ച് ജെയ്ക്കിനെ പുറത്തെത്തിക്കാൻ അതിന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു. കോറച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ടുണുവാരിയും സംഘവും മനുഷ്യന്മാരുമായി യുദ്ധത്തിന് തയ്യാറായി. എന്നാൽ കോറച്ചിന്റെ പദ്ധതി മനസ്സിലാക്കിയ ജെയ്ക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മനുഷ്യന്മാരുമായി യുദ്ധത്തിന് പോയാൽ നമുക്കെല്ലാം നഷ്ടമാകുമെന്നും കൂടുതൽ ടുക്കൂണുകൾ മരിക്കാതിരിക്കാൻ അവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ട്രാക്കറുകളിൽ നിന്ന് ഒഴിവായി സഞ്ചരിക്കാൻ അവരെ അറിയിക്കാനും ട്രാക്കറുകളേറ്റ ടുക്കൂണുകളുടെ ശരീരത്തിൽ നിന്നും അതെടുത്ത് മാറ്റാനും ജെയ്ക്ക് അവരോട് പറഞ്ഞു.
എല്ലാവരും ടുക്കൂണുകളെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ ലോവാക്ക് ആരും സഹായിക്കാനില്ലാത്ത പയക്കാനെ തേടിയിറങ്ങി. നെതേയമും കിരിയും ടുക്കും അവനോടൊപ്പം പോകുന്നു. പയക്കാനെ കണ്ടെത്തിയപ്പോൾ അതിന്റെ പുറത്തൊരു ട്രാക്കർ തറച്ചിട്ടുണ്ടെന്ന് കാണുന്ന കുട്ടികൾ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ എത്തിയ കോറിച്ചും സംഘവും ലോവാക്കിനെയും തൂക്കിനെയും ടൊണോവാരിയുടെ മകളെയും പിടിച്ചുകൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ജെയ്ക്കും കൂട്ടരും വിവരമറിഞ്ഞ് അവരെ രക്ഷിക്കാനെത്തി. അവിടെ വെച്ച് കോറിച്ചുമായി ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നു. ജെയ്ക്ക് പിടിയിലാകുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ അപ്രതീക്ഷിതമായി പയക്കാൻ അവരുടെ രക്ഷയ്ക്കായി എത്തി. അവന്റെ ഭീകരമായ ആക്രമണത്തിൽ കോറിച്ചിന്റെ യുദ്ധക്കപ്പലുകൾ തകർന്നു. തകർന്ന കപ്പലിൽ കയറി ജെയ്ക്കിന്റെ മൂത്ത മകൻ നെതേയം കുട്ടികളെ രക്ഷിക്കുന്നു. അതിനുശേഷം സ്പൈഡറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നെതേയം കൊല്ലപ്പെടുകയും കിരിയും ടുക്കും വീണ്ടും കോറിച്ചിന്റെ പിടിയിലാവുകയും ചെയ്തു. അവരെ രക്ഷിക്കാൻ ജെയ്ക്കും നെതിരിയും വീണ്ടും കപ്പലിലേക്ക് എത്തി. കൂടെയുള്ളവരെല്ലാം മരിച്ച് ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട കോറിച്ച് കിരിയുടെ കഴുത്തിൽ കത്തിവെച്ച് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് കണ്ട നെതിരി കോറിച്ചിന്റെ മകനായ സ്പൈഡറിന്റെ കഴുത്തിൽ കത്തിവെച്ച് കിരിയെ വിട്ടില്ലെങ്കിൽ തന്റെ മകന്റെ മരണത്തിന് പകരമായി സ്പൈഡറിനെ കൊല്ലുമെന്ന് പറയുന്നു. അവൻ തന്റെ മകനല്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും നെതിരി അവനെ കൊല്ലാൻ തുനിഞ്ഞപ്പോൾ ഒരച്ഛന്റെ മനസ്സ് കോറിച്ചിനെ തടഞ്ഞു. അയാൾ കിരിയെ മോചിപ്പിച്ചു. ജെയ്ക്കും കോറിച്ചും വീണ്ടും ഏറ്റുമുട്ടി. അതിനിടയിൽ തകർന്നുപോയ ആ കപ്പൽ മുങ്ങാൻ തുടങ്ങി. വെള്ളത്തിനടിയിൽ വെച്ച് ജെയ്ക്ക് കോറിച്ചിന്റെ കഴുത്ത് ഞെരിച്ചു. ബോധം നഷ്ടപ്പെട്ട കോറിച്ച് മരിച്ചെന്ന് കരുതി ജെയ്ക്ക് വെള്ളത്തിൽ നിന്നും കരകയറാൻ ശ്രമിച്ചെങ്കിലും ശ്വാസം എടുക്കാൻ കഴിയാതെ അയാൾ കുടുങ്ങിപ്പോകുന്നു. ജെയ്ക്കിനെയും കപ്പലിനുള്ളിൽ കുടുങ്ങിപ്പോയ നെയ്ത്തിരിയെയും തൂക്കിനെയും കിരിയെയും ലോവാക്കും പയക്കാനും ചേർന്ന് രക്ഷിക്കുന്നു. മരിച്ചിട്ടില്ലായിരുന്ന കോറിച്ചിനെ സ്പൈഡർ രക്ഷിച്ച് കരയിലേക്ക് എത്തിക്കുന്നു. അവനോട് തന്റെ കൂടെ വരാൻ കോറിച്ച് ആവശ്യപ്പെട്ടെങ്കിലും അവൻ ജെയ്ക്കിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അവശനായ കോറിച്ച് ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്നു. മരിച്ച നെതേയമിനെ മെത്കൈനക്കാരുടെ ആചാരപ്രകാരം കടലിൽ അടക്കുന്നു. ഇനിയും താനും തന്റെ കുടുംബവും അവിടെ തുടർന്നാൽ ആ ഗോത്രത്തിലുള്ളവർക്കും അതൊരു പ്രശ്നമായി മാറുമെന്ന് മനസ്സിലാക്കുന്ന ജെയ്ക്ക് അവിടെ നിന്നും പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും നിങ്ങളിപ്പോൾ ഞങ്ങളിലൊരാളാണെന്നും നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാമെന്നും ടൊണോവാരി ജെയ്ക്കിനോട് പറഞ്ഞു. അങ്ങനെ ജെയ്ക്കും കുടുംബവും മെത്കൈന ജനതയുടെ ഭാഗമായി അവിടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച് പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള മറ്റൊരു ഗ്രഹത്തിന്റെ രക്ഷകനായി മാറിയ ജെയ്ക്ക് സള്ളിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അധ്യായത്തിനായി.